ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ ആദ്യം ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തും അതിന്റെ പരിസരത്തൊന്നും അല്ല ഇപ്പോ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള കരുവാരകുണ്ട് പഞ്ചായത്തിലെ പാന്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് അവിടുന്ന് ഇപ്പൊ കിട്ടിയ ന്യൂസ്. അപ്പോ എന്താ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കയ്യിൽ അതായത് കിട്ടി മയക്കുവെടി വെക്കുക, അതിനെ കൊല്ലുക എന്നുള്ളതാണ് ഇപ്പോഴും ജനങ്ങൾ പറയുന്നത്. പക്ഷെ ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. കണ്ടെത്തി എന്ന് പറഞ്ഞു, ആളുകളുടെ ക്യാമറയിൽ പതിഞ്ഞു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അപ്പൊ അതേ സമയത്ത് തന്നെ RRT എന്താ പറയാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, തെരച്ചില് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനത്തെ ഒരു സമീപനമാണ്? ഈ ജനങ്ങൾ പറയുന്ന കാര്യം വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു? അറിയിച്ചിട്ടുണ്ട്. ഇപ്പോ എന്താ പറയാ കണ്ടു എന്ന് ഫോണിൽ കണ്ടു എന്ന് പറയുമ്പോ തന്നെ ആളുകള് ഫോണിലൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അതേ സമയം തന്നെ ആ സ്പോട്ടിൽ തന്നെ അവരറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോ നിലവിലുള്ള ആളുകളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇതുവരെ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇതിനെത്ര പെട്ടെന്ന് കണ്ടെത്തി, ഇനിയിപ്പോ എന്താ പറയാ കയ്യില് കിട്ടുക എന്നുള്ളതാണല്ലോ, വെടിവെക്കാൻ വേണ്ടിയിട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ളൊരു ശ്രമമാണ് ഇപ്പൊ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇതിനെ കൊല്ലുക എന്നുള്ളൊരു കാര്യം ആവശ്യം പഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഇത് എന്തായാലും ജനങ്ങള് അവിടുത്തെ ഇപ്പൊ മിഞ്ഞാന്ന് അവിടെ ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ജനകീയ പ്രക്ഷോഭമൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോഴും അവിടുത്തെ ആളുകൾ പറയുന്നത് ഇത് കിട്ടിയാല് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഇതിന് ശവമല്ലാതെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ആളുകള് അവിടെ പറയുന്നത്. അത്രയും എന്താ പറയാ പ്രശ്നത്തിലാണ് അവിടെ ആളുകൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.